എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലുവ പാലത്തിൽ നിന്നുള്ള മണപ്പുറത്തെ ശിവരാത്രി കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവരാത്രി കഴിഞ്ഞുള്ള ദിവസം, അതായത് 27-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോഴും ധാരാളം ആളുകൾ പിതൃതർപ്പണത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഒരു കാർണിവലൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അവിടുത്തെ കാഴ്ചകളും കാണാം. അപ്പോൾ ഇപ്പോഴും നല്ല തിരക്കാണ്, അത്യാവശ്യം നല്ല തിരക്ക് ഇവിടെ ഉണ്ട്. ആലുവ ശിവരാത്രിയുടെ ചരിത്രം അറിയാൻ മേലാത്തവർക്കായി ഞാൻ ചെറുതായിട്ടൊന്ന് വിവരിക്കാം. എറണാകുളം ജില്ലയിലെ ആലുവയിൽ പെരിയാറിന്റെ തീരത്താണ് ഈ ആലുവ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരബ്രഹ്മ സ്വരൂപനായ മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. പെരിയാർ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്ന ശിവരാത്രി പ്രസിദ്ധമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അന്നേ ദിവസം ആലുവ മണപ്പുറത്ത് ശിവരാത്രി ആഘോഷിക്കുവാൻ ഒത്തുകൂടുന്നു. ശിവരാത്രി മണപ്പുറത്ത് ബലിയർപ്പിച്ചാൽ മരിച്ച ബന്ധുക്കൾക്ക് മോക്ഷം ലഭിക്കും എന്ന വിശ്വാസം ധാരാളം ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ശിവരാത്രി കൂടാതെ കർക്കിടക വാവിനും ഇവിടെ ധാരാളം ഭക്തർ ബലിയിടാൻ വരാറുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ത്രേതായുഗത്തിൽ ശ്രീരാമൻ പക്ഷിശ്രേഷ്ഠനായ ജടായുവിന് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് ആലുവ ശിവക്ഷേത്രത്തിലാണെന്നാണ് ഐതിഹ്യം. തന്മൂലം ഇവിടെ ബലിയിടുന്നത് അത്യധികം വിശേഷമായി കൊണ്ടാടുന്നു. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സ്വാഭാവികമായി ആറാട്ട് നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ ശിവക്ഷേത്രം. മഴക്കാലത്ത് പെരിയാർ നിറഞ്ഞൊഴുകി വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോഴാണ് ഇവിടെ ആറാട്ട് നടക്കുക എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ക്ഷേത്രത്തിനു മുന്നിൽ ഒരു നദി പ്രതിഷ്ഠയുണ്ട്. എല്ലാ ദിവസവും ഒരു പൂജ മാത്രം. മകരം 1 മുതൽ മേടം 1 വരെ അത്താഴ പൂജ മാത്രമേ നടത്താറുള്ളൂ. കുംഭത്തിലെ ശിവരാത്രി, മീനത്തിലെ ഉത്സവം, തുലാം മാസത്തിലെ വാവുബലി, കർക്കിടകത്തിലെ കർക്കിടകം എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. ധാര, രുദ്രാഭിഷേകം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. അതുപോലെ തന്നെ എല്ലാ വർഷവും ഉത്സവത്തോട് അനുബന്ധിച്ച് ശിവരാത്രി ഫെസ്റ്റ് നടത്തപ്പെടുന്നു. ഒരു അമ്യൂസ്മെന്റ് പാർക്കിലുള്ള എല്ലാ സംവിധാനവും ഈ ഒരു ഫെസ്റ്റിനുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്കിൽ ചെന്ന ഒരു പ്രതീതിയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിവിധതരം വേറിട്ട രുചികളിൽ തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ, ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയല്ലേ, അതുപോലെ എല്ലാ സാധനങ്ങളും ഈ ആലുവ ഫെസ്റ്റിൽ നമുക്കിവിടെ വാങ്ങുവാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല ഹൈജീനാണ് ഇവിടെയൊക്കെ കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ കൂടിയിട്ടും വലിയ പൊടിയൊന്നുമില്ല. ഈ തറയിൽ ഒരു മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഗ്രൗണ്ടിലും കേട്ടോ. അതുകൊണ്ട് അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടുമ്പോൾ തന്നെ പൊടിയൊക്കെ ഭയങ്കരമായിട്ട് പൊങ്ങുമല്ലോ. ഇവിടെ ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല, പൊടിയുടെ ശല്യമില്ല. ഒരുപാട് കുട്ടികൾ ഒക്കെ വരുന്നുണ്ട്, ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നുണ്ട്. ഒരുപാട് റൈഡുകളുണ്ട്. അപ്പോൾ ആലുവയിലും ഇവിടെയൊക്കെ പരിസരത്തുള്ളവരൊക്കെ ഇനിയാണെങ്കിലും വരാൻ ശ്രമിക്കുക. ഇതുവഴിയൊക്കെ ഇങ്ങനെ ഈ ഒരു ഉത്സവത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കാർണിവലിന്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ചെറുപ്പകാലത്തെ ഒരുപാട് നല്ല ഓർമ്മകൾ മനസ്സിൽ വരികയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം ആണ് ഈ ഒരു ഉത്സവ സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലല്ലേ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്.
ഇത് ദിലീപിൻ്റെ വീടാണ് കേട്ടോ. ഈ ഫ്ലാറ്റിൻ്റെ തൊട്ട് അപ്പുറത്തെ ഈ ഒരു മതിൽ ഇവിടെയുള്ളവർക്കൊക്കെ അറിയായിരിക്കും, പക്ഷേ ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാണ്. അപ്പോൾ ആലുവ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഈ പുഴയുടെ കരയിൽ തന്നെയാണ് ദിലീപിൻ്റെ വീട്. പക്ഷെ നമുക്ക് വീടിൻ്റെ കറക്റ്റ് വ്യൂ നമുക്ക് കിട്ടത്തില്ല, കാരണം ആ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് മാവൊക്കെ ഉണ്ട്. അത് കാരണം നമുക്ക് ഇവിടെ നിന്ന് സൂം ചെയ്ത് കഴിഞ്ഞാലും വീട് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. ഇത്രയും ഒരു ഭാഗം മാത്രമേ കിട്ടത്തുള്ളൂ. വീടിൻ്റെ എൻട്രൻസ് നമ്മൾ ഈ പാലം കഴിഞ്ഞ് ആലുവ ടൗണിലേക്ക് പോകുന്ന പാലം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് വീടിൻ്റെ എൻട്രൻസ്. അത് ഗേറ്റിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് വീട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് അകത്തേക്ക് വരാനുണ്ട്. പക്ഷെ ഇവിടുന്ന് ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുന്നത്. അപ്പൊ ദിലീപിന്റെ വീട് ഇതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.